Good morning. Today we are dealing with the system of particles and rotational motion. The 7th chapter, system of particles and rotational motion. First, what is the relation between a linear velocity and angular velocity? First, we learn about the relation between linear velocity and angular velocity. What do you mean by linear velocity? നമുക്ക് rate of change of displacement അല്ലേ? Okay. What do you mean by angular velocity? Angular velocity is equal to omega. Angular velocity omega is equal to rate of change of angular displacement കേട്ടോ. d by dt of angular displacement. What do you mean by angular displacement? That is theta. ഒരു പാർട്ടിക്കിൾ എ എന്ന് പറഞ്ഞ പൊസിഷനിലിരിക്കുന്ന ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തി ബിയിലോട്ടെത്തി. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്താണ്ട് ഈ ആംഗിൾ, ദിസ് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. ദിസ് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളി പറയാം ആംഗിൾ എന്ന് പറയാം. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക്. ദിസ് ഈസ് ദ ആർക്ക് കേട്ടോ. ആർക്ക്, ദിസ് ഈസ് റേഡിയസ്. ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, ആർക്ക് ബൈ റേഡിയസ് കേട്ടോ. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ദിസ് എ ഫേമസ് റിലേഷൻ. അപ്പം വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ടി? അത് ഒരു കാര്യം ഇവിടെ പറയാം. ഒമേഗയുടെ മറ്റൊരു റിലേഷൻ ഉണ്ട്. ഒരു പാർട്ടിക്കിളുണ്ട് ഇവിടെ തുടങ്ങി കറങ്ങി ഇവിടെ വരുമ്പോൾ കവർ ചെയ്യുന്ന ആംഗിൾ എത്ര? ദാറ്റ് ഈസ് 360 ഇല്ലയോ? 360 ആംഗിളാണ് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ വരുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഫിസിക്സിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് 2π കേട്ടോ. 2π. പൈ എന്ന് പറഞ്ഞാൽ 180 ഇല്ലയോ? അപ്പം 2π എന്ന് പറഞ്ഞാലോ 360. അപ്പോൾ ആംഗിൾ എത്ര കവർ ചെയ്യും? 2π ആംഗിൾ കവർ ചെയ്യും. ഇവിടെ തുടങ്ങി കറങ്ങി ഇവിടെ വരാനെടുക്കുന്ന സമയം, ദാറ്റ് ഈസ് കാൾഡ് ടൈം പീരീഡ് കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ദാറ്റ് ഈസ് കാൾഡ് ടൈം പീരീഡ്. അപ്പം വാട്ട് ഇസ് ഒമേഗ? വാട്ട് ഇസ് ഒമേഗ? ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ. ഡി തീറ്റ ഇങ്ങനെ 2π ഇല്ലയോ? 2π ബൈ ടി. റിലേഷൻ ഓർത്തണം. ആംഗുലാർ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ്. വി ഹാവ് 1/t. വാട്ട് ഇസ് 1/t? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഈസ് കാൾഡ് ഫ്രീക്വൻസി. ദെർഫോർ ദിസ് റിലേഷൻ അഗെയിൻ റിട്ടൺ ആസ് W ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 1/t. 1/t വിളിക്കുന്ന പേരാണ് എഫ് കേട്ടോ. 1/t വിളിക്കുന്ന പേരാണ് എഫ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി കേട്ടോ. ഈ 3 റിലേഷൻസ് ഒന്ന് ഓർത്തിരുന്നോണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ ഒമേഗ, ഒമേഗയും ടൈം പീരീഡ് തമ്മിലുള്ള റിലേഷൻ 2π ബൈ ടി, ഒമേഗയും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് 2π എഫ്. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഓക്കെ, വാട്ട് ഇസ് എ റിലേഷൻ? വാട്ട് ഇസ് എ യൂണിറ്റ്? തീറ്റയുടെ യൂണിറ്റ് എന്താണെന്ന് അറിയോ? റേഡിയൻ കേട്ടോ. തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് കേട്ടോ. റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗയുടെ യൂണിറ്റ്. റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗയുടെ യൂണിറ്റ്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷനിൽ നിൽക്കുക. ഒരു പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷനിൽ നിൽക്കണേ. അപ്പോൾ എത്ര ഒരു സമയത്ത് നോക്കിയപ്പോൾ അത് എത്ര? ടിയിലെത്തി. ആഫ്റ്റർ dt സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കിളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് എവിടെ എത്തിയുടെ? ക്യൂവിലെത്തി. അപ്പം പാർട്ടിക്കിൾ ആദ്യം പിയിലായിരുന്നു. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അപ്പോൾ 5 സെക്കൻഡ് വരെ ഞാൻ എന്നിട്ട് dt ടൈം, ആഫ്റ്റർ dt ടൈം ഇറ്റ് റീച്ചസ് ദി പൊസിഷൻ ക്യൂ. വാട്ട് ഇസ് ആർക്ക് ലെങ്ത് കവേർഡ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ആർക്ക് ലെങ്ത് എത്ര? ds. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ എത്ര? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് d തീറ്റ. വാട്ട് ഇസ് റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാത്ത്? 6. ദെൻ വി ഹാവ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് d ബൈ dt ഓഫ് ഒമേഗ t. ഓക്കെ ഇല്ലയോ? ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഒന്ന് ഓർത്തിരുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അതിനുവേണ്ടി ഞാൻ എടുത്തു വാട്ട് ഇസ് ആംഗിൾ? ഡി തീറ്റ. ഹിയർ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ഇല്ലയോ? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഓർ ഡി തീറ്റ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ആർക്ക്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. ദാറ്റ് ഇസ് ds ഡിവൈഡ് ബൈ വാട്ട് ഇസ് റേഡിയസ്? ആർ. ഓക്കെ, d തീറ്റ ഇസ് ds ബൈ ആർ.
ഞാൻ ഇവിടുന്ന് ഇവിടം വരെ വരാൻ എടുത്ത സമയം എത്ര? dt ടൈം. ഈ dt ടൈം കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഞാൻ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? d theta by dt is equal to ds by r whole divided by dt. ഇല്ലയോ? ഇതിനൊന്ന് അറേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് d theta by dt is equal to ഇതിനൊന്ന് അറേഞ്ച് ds by dt എന്ന് എഴുതിയേ. ds by dt into 1 by r. What is d theta by dt? d theta by dt, d theta by dt, that is omega. Omega is equal to ഇവിടെ 1 by r ഉണ്ട്. 1 by r into what is ds by dt? ds എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ആർക്ക് ലെങ്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ലെങ്ത് ബൈ ലെങ്ത് ബൈ ടൈം, ദാറ്റ് ഈസ് കാൾഡ് വെലോസിറ്റി. കേട്ടോ? അപ്പോൾ ds by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഫ്രം ദിസ് v is equal to r ഇങ്ങനെ മേപ്പോട്ട് വരും, r omega. കേട്ടോ? v is equal to r omega. This is a famous relation. അപ്പോൾ നമുക്ക് പറയാം v is equal to r omega. This is the relation between linear velocity and angular velocity, and r is the radius of that circular path. Okay. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടോർക്ക്. കേട്ടോ? വാട്ട് യു മീൻ ബൈ ടോർക്ക്? ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുക അല്ലേ? ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുക. ഞാൻ ഒരു തട്ട് കെട്ടിയാൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ കഥകാന്ന് വിചാരിച്ചോ, ഡോറ. ദിസ് ഇസ് ദ ഡോർ. ഇതെൻ്റെ ഹിഞ്ചസാണ് അല്ലയോ? ഇത് ഹിഞ്ചസാണ്. നിങ്ങളിവിടെ തള്ളു കളി എന്ത് ചെയ്യും? കഥ എന്ത് ചെയ്യും? തുറക്ക്, റൊട്ടേറ്റ് ചെയ്യില്ലേ കഥ? അല്ല, ഈ ഹിഞ്ചസിനെ ബേസ് ചെയ്ത് ഈ സാധനം എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക ഇല്ലയോ? അപ്പോൾ റൊട്ടേഷൻ മോഷന് വേണ്ടി ഞാൻ എന്ത് കൊടുത്തേ? ഈ ഹിഞ്ചസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു തെള്ളുകളില്ല. അപ്പോൾ ഇതുണ്ട് റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ നോക്കണേ, നേരെ പോകാൻ വേണ്ടി ഫോഴ്സ് കൊടുത്തു, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കൊടുത്ത സാധനം, ദാറ്റ് ഈസ് കാൾഡ് ടോർക്ക്. അതുകൊണ്ടാണ് വിളിക്കുന്നത് ദിസ് ഈസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഇത് എക്സാമിന് എന്നും ചോദിക്കുന്നതാണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിന് ഡയറക്റ്റ് മോഷൻ, ലീനിയർ മോഷനിൽ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഏതാ? ദാറ്റ് ഈസ് കാൾഡ് ടോർക്ക് ഓർ ട്രേഡിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ. ഇതിനെ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കോണേ, ഞാൻ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന ഫോഴ്സിനെ എന്തുകൊണ്ട് ഗുണിക്കണമെന്നറിയോ? ഇതിലെ ഹിഞ്ചസ്, ഈ ആക്സിനെ ബേസ് ചെയ്തില്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ ഹിഞ്ചസ് തൊട്ട് ഞാൻ എവിടം വരെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? അവിടം വരെയുള്ള ലെങ്ത്. കേട്ടോ? ഇതാണ് ഹിഞ്ചസ്. അവിടുന്ന് ഇവിടം വരെയുള്ള പെർപെൻഡിക്കുലർ ലെങ്ത്, ദാറ്റ് ഈസ് ഈ ഫോഴ്സ് ഇൻറ്റു ഈ ലെങ്ത്, ദാറ്റ് ഈസ് കാൾഡ് ടോർക്ക്. കേട്ടോ? അപ്പോൾ ഇറ്റ് ഈസ് മെഷർഡ് ബൈ ദി പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആരൊക്കെയാണ്? ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇതൊരു കഥകാണ്. ദിസ് ഈസ് ദ ഹിഞ്ചസ്. ഞാൻ ഇവിടെ ഇതിനകത്താണ് പിടിച്ച് വലിക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഈ ലെങ്ത്. കേട്ടോ? ടോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ്. ഇതിനെ വെക്റ്റർ എഴുതുവാണെങ്കിൽ, കാര്യം ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പം വെക്റ്റർ പ്രോഡക്റ്റിൽ എഴുതുവാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് എഫ്, ഓർ ഇതിനെ നമുക്ക് എഴുതാം ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. കേട്ടോ? ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. കേട്ടോ? ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ആറിൻ്റെ മീറ്റർ, ന്യൂട്ടൺ മീറ്റർ. ദിസ് ഇസ് ദ ടോർക്ക്. കേട്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ ഓർത്തിരുന്നോണം, ഇത് ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഒന്ന് ഓർത്തിരുന്നോണം. നെക്സ്റ്റ് ആംഗുലാർ മൊമെൻറ്റം. കേട്ടോ? ആംഗുലാർ മൊമെൻറ്റം ഇല്ലെങ്കിൽ നമുക്ക് പറയാം മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റ്. എവിടെയെങ്കിലും മൊമെൻറ്റ് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി. ഈ പിയെ മൊമെൻറ്റ് എന്ന് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് എന്നർത്ഥം. കേട്ടോ? ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൊമെൻറ്റ് ഓഫ് ലീനിയർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ്. ലീനിയർ മൊമെൻറ്റം സൂചിപ്പിക്കുന്നത് പി ആണ്. കേട്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ്. എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റ് എന്തോ? മാസ് ഇൻറ്റു വെലോസിറ്റി. ദി മോഷൻ കണ്ടെയ്ൻ എ ബോഡി. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആവശ്യമായ കാര്യമാണ് ഏതാ? മൊമെൻറ്റം. ഇല്ലയോ? മൊമെൻറ്റം വേണം. കാര്യം ആ ഒബ്ജക്റ്റിന് ഒരു കൃത്യമായ മാസ് വേണം, അതുപോലെ അതിനെന്തും വേണം? വെലോസിറ്റിയും വേണം. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ സാധനമാണ് ഏതാ?
ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഇസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മോഷനിൽ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ആംഗുലാർ മോഷനിൽ അല്ലെങ്കിൽ സർക്കുലാർ മോഷനിൽ റൊട്ടേഷണൽ ആംഗുലാർ മൊമെൻറ്റം ചെയ്യുന്നത്. ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻറ്റം എന്ത് ഫംഗ്ഷനാണോ ചെയ്യുന്നത് അത് തന്നെയാണ് റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ മൊമെൻറ്റം നടക്കുന്നത് കേട്ടോ. ഇനി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം പി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ പി കൊണ്ട് ലീനിയർ മൊമെൻറ്റം കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? എൽ കിട്ടും. ദിസ് ഈസ് ദ ഫസ്റ്റ് റിലേഷൻ. വി ഹാവ് ദ റിലേഷൻ പി ഇസ് ഈക്വൽ ടു എം വി. നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എം വി എന്നുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോഴോ എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി. പി എന്ന് പറഞ്ഞാൽ എം വി, ദാറ്റ് ഇസ് എം വി ആർ. നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ദ സെക്കൻഡ് റിലേഷൻ. ഓർത്തിരുന്നോണം. യൂണിറ്റ് ആറിൻ്റെ മീറ്റർ, മൊമെൻറ്റത്തിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് കേട്ടോ. ദിസ് ഈസ് ദ യൂണിറ്റ്. വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുന്നത് അറിയോ? ഇൻ വെക്റ്റർ ഫോം നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഈ സാധനം ഒന്ന് പഠിച്ചിരുന്നാൽ മതി. എങ്ങനെ ഇത് വെക്റ്ററിലോട്ട് വന്നേ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി കേട്ടോ. പി ക്രോസ് ആർ എന്ന് എഴുതരുത്, ആർ ക്രോസ് പി. ദാറ്റ് ഇസ് ആർ ക്രോസ് പി. അതെ നമുക്ക് എഴുതാം ആർ ക്രോസ് വാട്ട് ഇസ് പി? എം വി കേട്ടോ, എം വി. അപ്പം എം ഒരു സ്കെയിലാറാണ്. എം ഒരു സ്കെയിലാറാണ്ട് ഞാൻ വെളിയിലോട്ട് എഴുതി എം ഇൻറ്റു ആർ ക്രോസ് വി. എം ഇൻറ്റു ആർ ക്രോസ് വി എൽ ഇസ് ഈക്വൽ ടു, അപ്പം എമ്മിനെ വെളിയിലോട്ട് ഇടുക, ആർ ക്രോസ് വി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റിലേഷനാണ്. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഈസ് എൽ ആൻഡ് ടോർക്ക് കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്. We have the relation, we have L is equal to R cross P ഇല്ലയോ? R cross P. or നമുക്ക് എഴുതാം L is equal to R cross what is P? P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം we have the relation P is equal to MV ഇല്ലയോ? R cross MV. ഇതൊരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. വെക്റ്റർ ആകുമ്പോൾ വെക്റ്റർ വി ആണ്. എം ഒരു സ്കെയിലാർ ആണ്. അതുകൊണ്ട് ഞാൻ എമ്മിനെ എന്തെടുത്തു? എമ്മിനെ ഇങ്ങനെ വെളിയിലെടുത്തു. എം ഇൻറ്റു ആർ ക്രോസ് വി എന്നെഴുതി ഇല്ലയോ? എൽ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് വി എന്നെഴുതി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് എൽ ഈക്വൽ ടു ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എൽ എച്ച് എസും ആർ എച്ച് എസും ചെയ്യണം. എം ഇൻറ്റു ആർ ക്രോസ് വി. ഓക്കെ, സീക്വൽ ടു ഇവിടെ എം കോൺസ്റ്റൻ്റ്, മാസ് മാറത്തില്ലല്ലോ ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ മാസ് ഇങ്ങനെ വെളിയിലിട്ട് എം ഇൻറ്റു റിമൈനിങ് ടൈം ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് വി. ദാറ്റ് ഇസ് എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് വി. പ്രോഡക്റ്റ് എഴുതണേ. ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് d by dt of v plus derivative of d by dt of r cross v. ഇത് എഴുതിയത് ഇങ്ങനെയാണ്. d by dt of a b എന്നാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് d by dt of സെക്കൻഡ് d by dt of b പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എ. ഇത് നിങ്ങൾക്കറിയാം, ഇത് പ്രോഡക്റ്റ് റൂളാണ്. ആ പ്രോഡക്റ്റ് റൂൾ ഞാൻ ബേസ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് വാട്ട് ഇസ് ഡി വി ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വി ഹാവ് ദ റിലേഷൻ എ പ്ലസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് വി ക്രോസ് ഇ വി ഇല്ലേ? ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലേ? വെലോസിറ്റി ക്രോസ് വെലോസിറ്റി. പക്ഷെ നമുക്കറിയാം, നമുക്കൊരു റിലേഷൻ അറിയാം ഇല്ലയോ? ഒരു വെക്റ്റർ ഇങ്ങനെ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. മേക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ വാട്ട് ഇസ് എ ക്രോസ് ബി?
എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഇല്ലയോ, എ ബി സൈൻ തീറ്റ. ഇനി രണ്ട് ഒരേ ഡയറക്ഷനിലാണ്. എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഇങ്ങനെ, അതേ വെക്റ്റർ തന്നെയാണ് എ എ എ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ ബി സൈൻ, രണ്ട് ഒരേ ലൈനില്ലയോ, അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്ര? 0. സൈൻ 0 ആകുമ്പോൾ എന്തോ ഇപ്പോൾ 0. അപ്പോൾ ഒരു വെക്റ്ററിനെ ആ വെക്റ്റർ തന്നെ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഒരു വെക്റ്ററിനെ ആ വെക്റ്റർ കൊണ്ട് തന്നെ എടുക്കുവാണെങ്കിൽ എ ബി സൈൻ 0. ബിയും ബിയും സെയിം ഡയറക്ഷനില്ല അല്ലേ? അപ്പോൾ ഈ ടൈം എന്തോ ഇപ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ വാട്ട് ഇസ് ദ റിമൈനിങ് ടൈം? എൽഎച്ച്എസ് ഉണ്ട് ഡി ബൈ ഡി ടി ഓഫ് എൽ സീക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൽ സീക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് എ. എം ഇൻറ്റു ആർ ക്രോസ് എ ഇങ്ങനെ എഴുതാമല്ലോ. ഓർ ആർ ക്രോസ് എമ്മിനെ ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കാര്യം എം ഒരു സ്കെയിലറാ. എം ഇൻറ്റു എ ഓർ ആർ ക്രോസ് വാട്ട് ഇസ് എം എ? എം എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇല്ലയോ, എഫ് ആണ്. ഡി എൽ ബൈ ഡി ടി ഓർ ഡി ബൈ ഡി ടി ഓഫ് എൽ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ആർ ക്രോസ് എഫ്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്കാണ് കേട്ടോ. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്ക്. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തുവാ? വി ഹാവ് ദ റിലേഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡി ബൈ ഡി ടി ഓഫ് പി ഇല്ലയോ, പി ഇസ് ഈക്വൽ ടു എഫ്. ഇത് ന്യൂട്ടൺ സെക്കൻഡ് ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദിസ് ഈസ് ലീനിയർ മോഷൻ്റെ കേസിൽ. ആംഗുലർ മോഷൻ്റെ കേസിലോ ഡി ബൈ ഡി ടി ഓഫ് പിയുടെ അവിടെ എന്ത് കൊടുക്കണം? എൽ. എഫിൻ്റെ അവിടെ ടോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇൻ റൊട്ടേഷണൽ ഫോം കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇൻ റൊട്ടേഷണൽ ഫോം. നമുക്ക് പറയാം ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഈ ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? കൺസിഡർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ദിസ് എ ബോക്സ്. ഇതിനകത്ത് എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദർ ആർ n പാർട്ടിക്കിൾസ് കേട്ടോ. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റം L1, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം L2, nth പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം Ln. ഓക്കെ, ദെൻ വാട്ട് ഇസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം? L ഇസ് ഈക്വൽ ടു ഇതിനെന്ത് ചെയ്താൽ മതി? കൂട്ടി ചെയ്താൽ മതി. ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം പ്ലസ് nth പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് രൂപ? ഡി ബൈ ഡി ടി ഓഫ് എൽ. വാട്ട് ഇസ് എൽ? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കേട്ടോ. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ത് കിട്ടും ഇവിടെ? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോർക്ക് കിട്ടും. ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ടോർക്ക് കിട്ടും. ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് എക്സ്റ്റേണൽ പ്ലസ് ഫോഴ്സ് ഇൻറ്റേണൽ കേട്ടോ. ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേണൽ ഫോഴ്സും എന്ത് ചെയ്യുക? കൂട്ടുക. ഒരു മോഷന് കാരണമായ ഫോഴ്സ് ആരാ? എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇൻറ്റേണൽ ഫോഴ്സ് എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല? മോഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിന് എക്സാമ്പിളാണ്? ഈക്വലാ എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വലാ. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോർക്കാണ്. അപ്പോൾ ടോട്ടൽ ടോർക്ക് ടോട്ടൽ എന്ന് പറയുമ്പോൾ അർത്ഥം എന്ന് പറയുമോ? ടോ എക്സ്റ്റേണൽ പ്ലസ് ടോ ഇൻറ്റേണൽ. ഇൻറ്റേണൽ ടോർക്ക് റൊട്ടേഷൻ മോഷനെ സഹായിക്കുന്നില്ല. അപ്പോൾ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ടോ എക്സ്റ്റേണലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ കേട്ടോ. ദി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് കേട്ടോ. ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക്. ഇതാണ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് എഫ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ഈക്വൽ ടു എഫ് ആണ് ഇല്ലയോ? അപ്പോൾ നമ്മളവിടെ പഠിച്ചായിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുവാണെങ്കിൽ ഡി പി ബൈ ഡി ടി എന്താകും? 0 ആകും. അതുപോലെ പി എന്താകും? ഒരു കോൺസ്റ്റൻ്റ് ആകും. ഇതേതാ? നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. 5ാമത്തെ ചാപ്റ്ററിൻ്റെ ഇക്വലൻ്റ് ആണ് 7th ചാപ്റ്റർ കേട്ടോ. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ.
അതുപോലെ തന്നെ ഇവിടെ പറയാം, ഇവിടെ എന്താ സീറോ ആക്കിയത്? എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ സീറോ ആക്കിയത്. ഇവിടെ നമ്മളപ്പം എഴുതും ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആയിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? dl/dt = ടോ എക്സ്റ്റേണൽ സീറോ വരും. ഓർ dl = 0 × dt, ദാറ്റ് ഈസ് 0. dl സീറോയാ. dl എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം സീറോയാ. ആദ്യത്തെ ആംഗുലർ മൊമെൻറ്റം 4 ആണെങ്കിൽ രണ്ടാമത്തെ ആംഗുലർ മൊമെൻറ്റം 4 ആണ്, മൂന്നാമത്തെ ആംഗുലർ മൊമെൻറ്റം 4 ആണ്, നാലാമത്തെ സെക്ഷനിൽ ആംഗുലർ മൊമെൻറ്റം 4 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. അപ്പോൾ ഈ ചേഞ്ച് സീറോ ആകണമെങ്കിൽ എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. Therefore L = a constant. This is conservation of angular momentum. Sorry, conservation of angular momentum. Angular momentum കൺസർവ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആയിരിക്കണം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ I. ഫസ്റ്റ് ഓർക്കേണ്ടത് ദിസ് ഈസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ഓർത്തിരുന്നോണം, കൃത്യമായി കാണാൻ പഠിച്ചോണം. മാസിൻ്റെ റൊട്ടേഷൻ അനലോഗാണ് ഏതാ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. വാട്ട് ഇസ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഇന്നബിലിറ്റി ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ, ഇല്ലയോ? അപ്പം ഞാനൊരു ഫുട്ബോളും വെച്ചൊരു സ്റ്റോണും വെച്ച്, രണ്ടും ഒരേ വലിപ്പമാണ്. ഞാൻ രണ്ടിലും ഒരേ ഫോഴ്സ് കൊടുത്തു. ആര് വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു? ഫുട്ബോൾ ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ്? ഫുട്ബോളിന് ഇനേർഷ്യ കുറവാണ്. കല്ല് പക്ഷേ റിമെയിൻ സെയിം അറ്റ് ദാറ്റ് സ്റ്റേറ്റ്. ആ റെസ്റ്റിൽ തന്നെ കല്ലിരിക്കാൻ ശ്രമിക്കുക. അപ്പം കല്ലിന് ഇനേർഷ്യ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കല്ലിന് മാസ് കൂടുതലാണ്. അപ്പം മാസ് കൂടിയുണ്ട്, അവിടെ ഇനേർഷ്യ കൂടി, ഇല്ലയോ? അപ്പോൾ നമുക്ക് പറയാം മാസ് ഇസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. അതേപോലെ ഒരു യൂണിഫോം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു ഒബ്ജക്റ്റിനെ എതിർക്കുന്നു, കേട്ടോ. അപ്പോൾ ഒരു യൂണിഫോം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏതാ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ യൂണിഫോം റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടാവാൻ ഒരു ഒബ്ജക്റ്റിനെ സമ്മതിക്കുന്നില്ല. ദാറ്റ് ഇസ് ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് യൂണിഫോം റൊട്ടേഷണൽ മോഷൻ. അപ്പം അവിടെ ആ ഇന്നബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഏതാ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുവാണെങ്കിൽ അതില്ല, റൊട്ടേഷൻ മോഷൻ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, ചേഞ്ച് ഉണ്ടാവത്തില്ല. അവിടെ മാസ് കൂടുതലാകുമ്പം ഇനേർഷ്യ കൂടുതലായിരിക്കും. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പം ഇനേർഷ്യ ഇവിടെ കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ റൊട്ടേഷൻ മോഷൻ തന്നെ നിൽക്കാൻ ശ്രമിക്കും. അവിടെ മാസ് എന്ത് ചെയ്യുന്നു? ഇവിടെ അത് ചെയ്യുന്നതല്ല, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, കേട്ടോ. അതുകൊണ്ടാണ് വിളിക്കുന്നത് ദിസ് ഇസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ്, കേട്ടോ. ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ്. വാട്ട് ഡു യു മീൻ ബൈ ആക്സിസ്? ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് എബൌട്ട് ദിസ് ആക്സിസ്, കേട്ടോ. ദിസ് ഈസ് ദ ആക്സിസ്. ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഈർക്കിലൂടെ കുത്തി ഇറക്കി. ദിസ് ഈസ് ദ ആക്സിസ്. ഇതാണ് ആക്സിസ്. ഇങ്ങനെയൊക്കെ ദിസ് ഈസ് ദ ആക്സിസ്. ഇതാണ് ഇവിടുത്തെ ആക്സിസ്. അപ്പം ഈ ആക്സിസ് അതാണ് ആക്സിസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. ഈ പാർട്ടിക്കിളിൻ്റെ മാസ് m ആണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ദൂരം r ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ്. നമ്മളൊരു ആക്സിസിനെ ബേസ് ചെയ്താണ് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. കാരണം റൊട്ടേഷൻ മോഷന് എതിരില്ല. അപ്പോൾ റൊട്ടേഷൻ മോഷൻ ഏതിനാണ്? എബൌട്ട് ആൻ ആക്സിസിലായിരിക്കും നടക്കുന്നത്. അപ്പം ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് പാർട്ടിക്കിൾ എബൌട്ട് ആൻ ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് mass of the particle and square of the distance between them. Square of the distance of the particle from the axis of rotation. This is moment of inertia. Moment of inertia, it is a product of moment of inertia of this particle about an axis is defined as the product of mass of the particle and the perpendicular distance between, അല്ലെങ്കിൽ the distance between പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് റൊട്ടേഷൻ. ആക്സിസ് റൊട്ടേഷൻ പാർട്ടിക്കിളുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, കേട്ടോ. ഞാൻ സ്ക്വയർ പറഞ്ഞില്ലേ, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ് പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് റൊട്ടേഷൻ ആൻഡ് പാർട്ടിക്കിൾ, കേട്ടോ. ഇതൊരു സ്കെയിലാർ കൺസെപ്റ്റാണ്, ലൈക്ക് മാസ്. ഇതൊരു സ്കെയിലാർ കൺസെപ്റ്റാണ്. വാട്ട് ഇസ് യൂണിറ്റ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, കേട്ടോ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിലോ, ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ, another particle ഇവിടാണ് m2 at a distance r2.
അനദർ പാർട്ടിക്കിൾ M3 അറ്റ് എ ഡിസ്റ്റൻസ് R3. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ M1R1 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ M2R2 സ്ക്വയർ M2R2 പ്ലസ് ഓൺ എക്സെട്ര പ്ലസ് MnRn സ്ക്വയർ കേട്ടോ. M1R1 എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് ഓൺ എക്സെട്ര പ്ലസ് I. ദാറ്റ് ഈസ് I is equal to total. I total is equal to I1 plus I2 plus 1 etc. plus I കേട്ടോ. ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യകൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നൊരു കൺസെപ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചോണം. ഇത് ഓർത്തെഴുതണം. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. അപ്പോൾ അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ തിയറംസാണ്. ഒരു പ്ലെയിൻ ലാമിന എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെടുത്തത്? ഒരു പലക, ഒരു പ്ലെയിൻ ലാമിന എടുത്ത്. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന. അപ്പം പ്ലെയിൻ ലാമിന എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു പലക. എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇസ് പ്ലെയിൻ. ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഏതാടേ? ഇതാ പ്ലെയിൻ എങ്കിൽ ഇതാണ് ആക്സിസ്. ഇതല്ലേ പ്ലെയിൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഇതാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതാ? പെർപെൻഡിക്കുലർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് എന്തോന്നറിയോ? അതിനെന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. ആരെയൊക്കെ സം ചെയ്യണം? എബൌട്ട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ ഇസ് പ്ലെയിൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഒന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം, രണ്ട് പ്ലെയിനിലുള്ളതുമായ രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യകൾ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നോക്കിക്കോണേ. അതെ, ഈ ഒരു ആക്സിസ് ഇതാ പ്ലെയിനിൽ തന്നെ കിടക്കില്ലയോ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിസ് പോയാൽ പ്ലെയിനിൽ തന്നെ കിടക്കില്ലയോ? ആണ്. എന്നിട്ടുണ്ട് അടുത്ത ആക്സിസ് ഇതുണ്ട് ഇത്. അപ്പോൾ ഈ ആക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും ഈ ആക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലയോ? ഈ ആക്സിസും ഇതിൻ്റെ പ്ലെയിനിൽ തന്നെയല്ലേ? ആണ്. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണല്ലേ? ആണ്. ഈ മൂന്നാമത് ഒരു കണ്ടീഷനുണ്ട്. അത് പാസിങ് ത്രൂ ദി പോയിന്റ് വേർ ദി പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ്റർസെക്റ്റ് ദി ലാമിന. വേണ്ടേ? ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആക്സിസുകളും വേണ്ടേ ഇവിടെ മീറ്റ് ചെയ്യുന്നു അല്ലേ? രണ്ട് ആക്സിസുകളും ഇവിടെ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്നിടത്ത് നിന്നായിരിക്കണം ഈ പെർപെൻഡിക്കുലർ ആക്സിസ് വന്ന് വീഴുന്നത്. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കോണേ. ഇത് IZ, ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ്. ഇത് ഈ സർഫസിന് പാരലായിട്ടുള്ള രണ്ട് ആക്സിസാണ്. ഒന്ന് IXും IYയും. ഇത് തമ്മിൽ എന്താ? പെർപെൻഡിക്കുലർ. അത് രണ്ട് എന്താ? പെർപെൻഡിക്കുലർ. അപ്പം ഇതെന്ന് പറയുന്നത് ഈ രണ്ട് പെർപെൻഡിക്കുലർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യകളുടെ സമ്മായിരിക്കും. അപ്പം ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടി ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി കേട്ടോ. അതാണ് ഈ തിയറം പറയുന്നത്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് പ്ലെയിൻ ലാമിന എബൌട്ട് ഇറ്റ്സ് ആക്സിസ് ടു ഇറ്റ്സ് പ്ലെയിൻ is the sum of moment of inertia about moment of inertia of any two mutually perpendicular axes and passing through the point where the perpendicular axis intersect. കേട്ടോ, ഇതാണ് ഒരു തിയറം എന്ന് പറയുന്നത്. സെക്കൻഡ് തിയറം, അടുത്ത തിയറം ഓഫ് പാരലൽ ആക്സിസ്. ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ്. ശ്രദ്ധിച്ചോണേ, ഈ ഒരു ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. ഈ ഒരു ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണക്കാക്കുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ആക്സിസ് is equal to the sum of moment of inertia. Sum ആണ് ആരുടെയൊക്കെ? moment of inertia of a body about a parallel axis passing through its center. അപ്പോൾ ഏത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ കണക്കാക്കേണ്ടത്, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണക്കാക്കണമെങ്കിൽ ഇതിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ഒരു ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. വണ്ടി സെൻറ്റർ ഓഫ് മാക്സ് അല്ല, ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ മാസ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നൊരു പോയിന്റ്, അതിലേക്കൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പം ഈ ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണക്കാക്കണമെങ്കിൽ ഇനി പാരലായിട്ട് എൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണും. ആ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും പിന്നെന്താ പറയുന്നത്, അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ആരുടെയൊക്കെ? മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പാരലൽ ആക്സിസ്. കേട്ടോ, ശ്രദ്ധിച്ചോണം. ഒരു ബോഡി ഓക്കെ, എനിക്ക് ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണേണ്ടത് ഇതാണ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ മാസ് m ആണ്. ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണണം. ദിസ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്, ഇത് രണ്ടും പാരല.
ഈ രണ്ട് പാരലാക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ് കേട്ടോ. പാരലാക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്താ ഡി ആണ്. എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എങ്കിൽ ഇത് ഐ ആണ്, ഇത് ഐ, സെൻറ്റർ ഓഫ് മാസ് കൂടെ പോകുന്ന ഐ സെൻറ്റർ ഓഫ് മാസ്. അപ്പം പറയുന്നത് ഐ എന്ന് പറയുന്നത് ഈ ആക്സിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ആരുടെയൊക്കെ സമ്മ? സെൻറ്റർ ഓഫ് മാസ് കൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും പ്ലസ് പ്രോഡക്റ്റ് ഓഫ് മാസ്. ഏത് മാസ്? ഈ ബോഡിയുടെ മാസ്. മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലാക്സ്. ഈ രണ്ട് പാരലാക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏതാ? ഡി. അതിൻ്റെ സ്ക്വയറിൻ്റെയും കൂടെ സമ്മാനിക്കും. ICM പ്ലസ് MD സ്ക്വയർ. ദിസ് ഈസ് പാരലാക്സിസ് തിയറം. ഓക്കെ. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലാർ മൊമെൻറ്റ്. ഒരു സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് M1, M2, എക്സെട്ര Mn. ആക്സിയൽ റൊട്ടേഷൻ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ദൂരം R1, സെക്കൻഡ് R2, തേർഡ് R3, ഫോർത്ത് R3, ഇങ്ങനെ പോകും. ഓരോ പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V1 ആണ്, ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണ്, ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V3 ആണ്, ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് കേട്ടോ. ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ വാട്ട് ഇസ് ദ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ? we have the relation L is equal to R into P അല്ലേ? R1 into P1. What is P? P എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ, ലീനിയർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി ഇല്ലയോ? പക്ഷെ നമുക്കറിയാം V1 is equal to R ഒമേഗ അല്ലേ? V is equal to R ഒമേഗ. അപ്പോൾ ഇവിടെ R1 into ഒമേഗ, R1 into ഒമേഗ. അപ്പം P എങ്ങനെ വരും? P1 is equal to M1 into V1. V1 എന്ത് എടുക്കാം? R1 ഒമേഗ. അപ്പം എങ്ങനെ വരും? L1 is equal to R1 into P1 വരാം M1 R1 ഒമേഗ is equal to M1 into R1 square into ഒമേഗ, or L1 is equal to MR square, M1 R1 square. First particle moment of finish MR square into omega. Similarly, second particle L2 is equal to I2 omega. N particle Ln is equal to In omega. What is the total angular momentum? L is equal to L1 plus L2 plus 1 etc. plus Ln. ഇല്ലയോ? L1 എന്ന് പറയുമ്പോൾ I1 ഒമേഗ പ്ലസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം I1 ഒമേഗ പ്ലസ് I2 ഒമേഗ പ്ലസ് 1 എക്സെട്ര പ്ലസ് In ഒമേഗ. ഈ ഒമേഗ കോമൺ എടുക്കാം, ബാക്കി I1 പ്ലസ് I2 പ്ലസ് 1. അതെന്താ? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് I. ദാറ്റ് ഇസ് L is equal to I ഒമേഗ. ദിസ് ഇസ് ദ റിലേഷൻ. അടുത്ത കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം ഈ ഡാൻസ് ചെയ്യുമ്പോഴേ നല്ല രീതി ഇങ്ങനെ കറങ്ങണമെങ്കിൽ ആ ഡാൻസർ കൈ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ദേഹത്തോട് ചേർത്ത് വെക്കും. കറങ്ങണ്ടെങ്കിൽ ഇങ്ങനെ കൈ അകത്തി വെക്കും. അപ്പം എപ്പം കറങ്ങണോ കൈ എന്ത് ചെയ്യും? ദേഹത്തോട് ചേർത്ത് വെക്കും. എന്തുകൊണ്ട്? ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് വെക്കുമ്പം എന്ത് ചെയ്യൂടെ? കുറയുമില്ലയോ? ഇത്രയല്ലേ ഉള്ളൂ. കൈ നൂത്ത് വെച്ചാലോ അവിടുന്ന് ഇവിടം വരെ ഉണ്ട് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇങ്ങനെ അമ്മേതാ ഇത്രയേ ഉള്ളൂ. അപ്പം കുറവാ. ഇങ്ങനെ കൈ രണ്ടുകൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറവാ. അപ്പോൾ I എന്ന് പറഞ്ഞാൽ MR സ്ക്വയർ. കുറയുവാണെങ്കിൽ I എന്ത് ചെയ്യും? കുറയും. അപ്പോൾ L കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അവൻ പകരം എന്ത് കൂടണം? ഒമേഗ കൂടണം. അപ്പം ഒമേഗ കൂടുന്ന ആംഗുലാർ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. അതേപോലെ നോക്കിക്കോണേ, ഇനി കൈ ഇങ്ങനെ നൂത്ത് വെച്ചു. കൈ ഇങ്ങനെ നൂത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്തടേ? കൂടി. കൂടിയ I കൂടും. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെങ്കിൽ പകരം കുറയണം? ഒമേഗ അവിടെ കുറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പം ഇവരെന്തുകൊണ്ടാണ് ബെല്ലറ്റ് ഡാൻസർ നല്ല രീതിയിൽ കറങ്ങാൻ വേണ്ടി കൈ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്? അപ്പോൾ കുറയും. അപ്പോൾ അവിടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറയും. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ ഒമേഗ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അവർക്ക് കറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.